2006 ഉത്തരാഖണ്ഡിലെ ചമോലി പൗര ജില്ലകൾക്കിടയിലുള്ള ദേവൽകോട്ട് എന്ന പ്രദേശത്ത് ഭയത്തിൻ്റെ കറുത്ത നിഴൽ വീഴ്ത്തിയ ആ നാളുകൾ ആരും മറക്കില്ല. അതുവരെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ജീവിതം സാധാരണഗതിയിൽ മുന്നോട്ടു പോകുകയായിരുന്നു. സമാധാനവും ശാന്തിയും എങ്ങും കളിയാടി നിന്നിരുന്നു. ആ പ്രദേശത്ത് അതുവരെ ഒന്നും ഒരു നരഭോജിയുടെ യാതൊരു സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല. പ്രശാന്തമായ മലനിരകളുടെ താഴ്വരകളിൽ ഗ്രാമീണർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ മുഴുകി. എന്നാൽ ആ ശാന്തത അവസാനിപ്പിക്കുവാൻ ഏറെ സമയം കാത്തിരിക്കേണ്ടതായി വന്നില്ല. ഒരു കൊടുങ്കാറ്റ് പോലെ ഭയം ആ ഗ്രാമത്തിൽ ഇരമ്പൽ സൃഷ്ടിച്ചുകൊണ്ട് കടന്നെത്തി. അതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. കരം പ്രയാഗിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു കാളിമാട്ടി. നേരം പുലർന്ന സമയത്ത് ആ ഗ്രാമത്തിൽ നിന്നും ഒരു ഗ്രാമീണ സ്ത്രീ അടുത്തുള്ള ഒരു ജലാശയത്തിലേക്ക് വെള്ളം ശേഖരിക്കുവാൻ വേണ്ടി പോയതായിരുന്നു. പോകുന്ന വഴിയായിരിക്കണം അത് നടന്നത്. സമയം കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ അതുവഴി കുറച്ച് സഞ്ചാരികൾ കടന്നുപോയി. അങ്ങനെ അവർ നടന്നു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ കണ്ണുകളിൽ ആ പാടുകൾ രക്തപ്പാടുകൾ ഉടക്കി. ആദ്യം അവർ കരുതിയത് ഏതോ കാട്ടുമൃഗം മറ്റേതോ മൃഗത്തെ പിടികൂടി ഭക്ഷിക്കുവാൻ വേണ്ടി വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ്. എന്നാൽ ആ ട്രാക്കിനെ പിന്തുടർന്നു പോകുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ആ പാടുകളെ പിന്തുടർന്നുകൊണ്ട് ഏറെ ദൂരം മുന്നിലേക്ക് പോയവർക്ക് കാണുവാൻ കഴിഞ്ഞത് ഒരു പുള്ളിപ്പുലി ഒരു സ്ത്രീയെ ഭക്ഷിക്കുന്ന രംഗമായിരുന്നു. അവർ അലറി വിളിച്ചുകൊണ്ട് അതിനെ അവിടെ നിന്നും തുരത്തി. അവർ ആ ശരീരത്തിൻ്റെ അരികിലേക്ക് ചെന്നപ്പോഴേക്കും കുറച്ച് ഭാഗം ആ പുലി അപ്പോഴേക്കും ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അതോടെ ഒരു കാര്യം അവിടേക്ക് എത്തിയവർക്ക് മനസ്സിലായി. ഈ പ്രദേശത്തിപ്പോൾ സജീവമായ ഒരു നരഭോജിയായ പുലിയുണ്ട്. അവൻ്റെ അധീനതയിലാണ് ഇപ്പോൾ ഈ പ്രദേശം. വാർത്ത അധികം വൈകാതെ തന്നെ ഒരു കാട്ടുതീ പോലെ ആ പ്രദേശത്തുള്ള ഗ്രാമങ്ങളിൽ മുഴുവൻ അലയടിച്ചു. ആളുകളുടെ സമാധാനവും ഉറക്കവും എല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് ആ പ്രദേശത്തുള്ള ഗ്രാമീണർ ഭയന്നുകൊണ്ടാണ് തങ്ങളുടെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ അധിക സമയം വൈകാതെ തന്നെ സർക്കാർ തലങ്ങളിലും വലിയ ചലനങ്ങളായിരുന്നു ആ നരഭോജിയായ പുള്ളിപ്പുലി ഉണ്ടാക്കിയത്. ഗ്രാമീണരുടെ പ്രക്ഷോഭവും കാര്യങ്ങളും എല്ലാം വല്ലാതെ സർക്കാരിനെ വലച്ചു. അങ്ങനെ ആ നരഭോജിയെ കൊല്ലുവാനുള്ള തീരുമാനത്തിൽ അധികാരികൾ എത്തിച്ചേർന്നു. അതിനുമുണ്ട് കാരണങ്ങൾ. ഇനിയും വൈകിയാൽ കൂടുതൽ പേർ അവനിരയായി തീരും. അതൊഴിവാക്കാനാണ് സർക്കാർ ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഒരാളുടെ പേര് മാത്രമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, ലഖ്പത് സിംഗ് റാവത്തായിരുന്നു. അങ്ങനെ അവിടുത്തെ അധികാരികൾ അദ്ദേഹത്തിന് ഒരു സന്ദേശം അയച്ചു. അധികം വൈകാതെ തന്നെ അവർ അയച്ച സന്ദേശത്തിന് ലഖ്പത് സിംഗ് റാവത്തിൻ്റെ മറുപടിയും എത്തി. അതിതായിരുന്നു. ഈ പ്രദേശത്ത് വേട്ടയാടുവാൻ അദ്ദേഹത്തിന് അനുമതിയില്ല എന്നതായിരുന്നു അദ്ദേഹം അയച്ച മറുപടിയിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒരു നിമിഷം പോലും പാഴാക്കി കളയുവാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവിടുത്തെ ആളുകൾ കടന്നു പോകുന്നത്. അങ്ങനെ സർക്കാർ തലത്തിൽ നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിൽ അദ്ദേഹത്തിന്, അതായത് നമ്മുടെ റാവത്തിന് അനുമതി ലഭിച്ചു. അതായത് ദേവൽകോട്ട് എന്ന ഈ പ്രദേശത്തേക്ക് വരുവാനും ആ പുള്ളിപ്പുലിയെ കൊല്ലുവാനുമുള്ള അനുമതിയാണ് ഗവൺമെൻറ് തലത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത്. അനുമതി കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ലഖ്പത് സിംഗ് റാവത്ത് ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. കാളിമാട്ടി ഗ്രാമത്തിൽ എത്തിച്ചേർന്ന ലഖ്പത് സിംഗ് റാവത്തിന് അറിയുവാൻ സാധിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ അനുഭവിക്കുവാൻ കഴിഞ്ഞത്, അവിടുത്തെ ഗ്രാമത്തിൽ താളം കെട്ടി നിൽക്കുന്ന ഭയം തന്നെയായിരുന്നു. അദ്ദേഹം അവിടെ എത്തിയ ശേഷം അവിടുത്തെ ഗ്രാമീണരോട് ചർച്ചകൾ നടത്തി, സംഭാഷണങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു: ഈ ഗ്രാമത്തിലെ ആളുകൾ പറയുന്ന നരഭോജിയായ മൃഗത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കണം, അതിൻ്റെ രീതികൾ അറിയണം. ഗ്രാമത്തിലെ ആളുകളോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പോയത് ആ പുലിയുടെ അടയാളങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നറിയുവാൻ വേണ്ടിയാണ്. പുലിയുടെ ആക്രമണം ഉണ്ടായ സ്ഥലങ്ങളിലും അദ്ദേഹം ഒരു സന്ദർശനം നടത്തിയിരുന്നു. ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞത് പ്രകാരം ഗ്രാമത്തിൻ്റെ അടുത്തുള്ള ഉഴുതുമറിക്കപ്പെട്ട ഒരു പാടത്തിലേക്കായിരുന്നു പിന്നീട് അയാൾ പോയത്. ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞത് പ്രകാരം ഏറ്റവും പുതുതായി വീണ കാൽപ്പാടുകൾ അവിടെയാണുള്ളത്. ആ കാൽപ്പാടുകൾ കാണുവാൻ വേണ്ടി ലഖ്പത് സിംഗ് റാവത്ത് ആ പാടത്തിലേക്ക് പോയി. ഉഴുതുമറിച്ചിട്ട പാടം, അതിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ആ കാൽപ്പാടുകൾ വളരെ വിശദമായി തന്നെ അദ്ദേഹം പരിശോധിച്ചു. ഒരു വേട്ടക്കാരൻ്റെ കൂർമ്മ ബുദ്ധിയോടെയും ഇത്രയും വർഷത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്തും അതിന് അദ്ദേഹത്തെ സഹായിച്ചു.
അവിടെ കണ്ട കാൽപ്പാടുകൾ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞത് എല്ലാം ശരിയാണ്. ഇതൊരു പുള്ളിപ്പുലിയുടെ കാലടയാളമാണ്. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഇതിന് 8 അല്ലെങ്കിൽ 9 വയസ്സിനടുത്ത് പ്രായമുണ്ട്. അതുപോലെ തന്നെ ആ കണ്ട കാലടയാളങ്ങൾ ഒരു സാധാരണ പുള്ളിപ്പുലിയുടേതല്ലായിരുന്നു എന്നും അതൊരു നരഭോജിയായ മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചി അറിഞ്ഞ, മനുഷ്യനെ വേട്ടയാടി ശീലിച്ച സാമാന്യം വലിപ്പമുള്ള ഒരു പുലിയുടെ തന്നെ ആയിരുന്നുവെന്ന് ആ സൂചനകളിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കി. അവിടെ നിന്നും തിരികെ അദ്ദേഹം ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ നിന്ന് അദ്ദേഹവും സംഘവും കൂടി ആലോചിച്ചു. ആദ്യത്തെ ശ്രമം എവിടെ നിന്നും വേണമെന്നതായിരുന്നു അവരുടെ ചർച്ച. ഗ്രാമത്തിന് സമീപത്തുള്ള ഏതെങ്കിലും ഒരു മരത്തിൽ ഒരു മച്ചാൽ കെട്ടി ആ പുലിയുടെ വരവിന് വേണ്ടി ആ മച്ചാനിൽ കാത്തിരുന്ന് അവനെ വെടിവെച്ചു കൊല്ലണമോ, അല്ലെങ്കിൽ ഗ്രാമത്തിന് സമീപത്ത് അവന് പറ്റിയ ഏതെങ്കിലും ഇരയെ കെട്ടിയിട്ട് അതിൻ്റെ സമീപത്ത് എവിടെയെങ്കിലും ഒളിച്ചു നിന്ന് അവനെ വെടിവെച്ച് കൊല്ലണമോ? ഇതൊക്കെയായിരുന്നു അവിടെ നടന്ന ചർച്ച. എന്നാൽ ലഖ്പത് സിംഗ് റാവത്ത് മറ്റൊരു നിഗമനത്തിലായിരുന്നു എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ മറ്റൊന്നായിരുന്നു. തൻ്റെ കൂടെ അവിടേക്കെത്തിയ സംഘത്തോടൊപ്പം സന്ധ്യ സമയത്ത് റോഡിൽ നിന്നും കാട്ടിലേക്ക് ആ പുലിയെ തിരഞ്ഞു പോകാമെന്നതായിരുന്നു അദ്ദേഹം എടുത്ത തീരുമാനം. അങ്ങനെ സന്ധ്യ ആയപ്പോൾ തന്നെ റാവത്തും സംഘവും അവർ പറഞ്ഞ ആ റോഡിലേക്ക് എത്തിച്ചേർന്നു. ഇനിയും അവിടെ നിന്നും വിളക്കുകളുടെയും മറ്റും സഹായത്തോടെ വനത്തിനുള്ളിലേക്ക് ആ പുള്ളിപ്പുലിയെ തേടി പോകണം. അവർക്ക് ഭാഗ്യം പിന്തുണയുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് രക്തപ്പാടുകളോ അല്ലെങ്കിൽ നീണ്ടുപോകുന്ന ട്രാക്കുകളോ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു പുതുതായി വീണ പാടുകൾ കണ്ടെത്താൻ അവർക്ക് സാധിച്ചാൽ പുള്ളിപ്പുലി പോയിരിക്കുന്ന ദിശ കണ്ടെത്താനും അവനെ കൊല്ലുവാനും എളുപ്പമാണ്. അങ്ങനെ എന്തെങ്കിലും അടയാളങ്ങൾ കിട്ടുമോ എന്നറിയുവാൻ വേണ്ടി ലഖ്പത് സിംഗ് റാവത്തും സംഘവും ആ കാടുകളിൽ അരിച്ചു പെറുക്കി. പകൽ സമയത്ത് കാണുന്ന വനമല്ല രാത്രികാലങ്ങളിൽ. രാത്രികാലങ്ങളിൽ കുറ്റിക്കാടിൻ്റെ പോലും വലിപ്പം കൂടുന്നത് പോലെ തോന്നും. ഇരുട്ട് എങ്ങും പടരും. നിശബ്ദത എങ്ങും നിഴലിച്ച് കേൾക്കാം. രാത്രി ഇറങ്ങുന്ന ജീവികളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും എങ്ങും കേൾക്കുവാൻ സാധിക്കില്ല. അങ്ങനെ നിശബ്ദമായി മായം കിടക്കുന്ന ആ വനത്തിലേക്ക് റാവത്തും സംഘവും പുലിക്ക് വേണ്ടി തേടി അലഞ്ഞു. രാത്രികാലങ്ങളിൽ മാത്രം ഉണരുന്ന വനം, രാത്രികാലങ്ങളിൽ വേട്ടയാടാൻ ഇറങ്ങുന്ന വേട്ടമൃഗങ്ങൾ, ഇവയെല്ലാം ചേർന്ന വനത്തിലൂടെയാണ് ഇപ്പോൾ റാവത്തും സംഘവും ആ പുലിക്ക് വേണ്ടി തേടി അലയുന്നത്. രാത്രി സമയം ഏറെ വൈകിട്ടും ഏറെ ദൂരം അവർ കവർ ചെയ്തിട്ടും പുലിയെപ്പറ്റിയുള്ള യാതൊരു വിവരവും അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഈ രാത്രിയിൽ ഇനിയും കൂടുതൽ ദൂരം വനത്തിനുള്ളിലേക്ക് സഞ്ചരിക്കേണ്ടതില്ലെന്നും അത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നും റാവത്തിനും സംഘത്തിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അന്നേ ദിവസത്തെ തിരച്ചിൽ അവർ അവിടെ അവസാനിപ്പിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങുവാനും കാടിൻ്റെ ഭീകരതയിൽ നിന്നും പിൻവാങ്ങുവാനും അവർ തീരുമാനിച്ചു. ലഖ്പത് സിംഗ് റാവത്തിന് നല്ല പോലെ തന്നെ മനസ്സിലായിരുന്നു ആ പുള്ളിപ്പുലി അവരുടെ സാന്നിധ്യം മനസ്സിലാക്കിയിരുന്നുവെന്ന്. അവരെ നല്ല പോലെ തന്നെ അത് കബളിപ്പിച്ചുവെന്ന്. എങ്കിലും അവരുടെ പ്രതീക്ഷ കൈവിടാതെ അവർ ഗ്രാമത്തിലേക്ക് മടങ്ങി. ഗ്രാമത്തിലെത്തിച്ചേർന്ന അവർ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്തു. ഇതുവരെയുള്ള അവരുടെ വേട്ട രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഇരയെ വെച്ച് കെണിയൊരുക്കി അവനെ പിടിക്കുവാൻ തന്നെയായിരുന്നു അവർ തീരുമാനമെടുത്തത്. അങ്ങനെ ആ തന്ത്രം അവർ ആവിഷ്കരിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അന്നത്തെ ചർച്ചകളും അവലോകനങ്ങളും എല്ലാം അവസാനിപ്പിച്ച ശേഷം ലഖ്പത് സിംഗ് റാവത്തും സംഘവും പിരിഞ്ഞു. പിറ്റേ ദിവസം തന്നെ ലഖ്പത് സിംഗ് റാവത്തും സംഘവും അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളുടെ സഹായത്തോടെ ഒരു ഇരയെ വെച്ച് കെണിയൊരുക്കി ആ പുള്ളിപ്പുലിക്ക് വേണ്ടി കാത്തിരുന്നു. എന്നാൽ 2-3 ദിവസമായിട്ടും പുള്ളിപ്പുലി ആ കെണിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല. അതോടെ അവരുടെ നിശബ്ദമായ ആ കാത്തിരിപ്പ് വർദ്ധിച്ചു വന്നു. പതിയെ പതിയെ ലഖ്പത് സിംഗ് റാവത്തിനെയും സംഘത്തെയും അത് നിരാശയുടെ പടുകുഴിയിലേക്ക് വലിച്ചു താഴ്ത്തി. അതോടെ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ ഭയപ്പെടുന്ന ഈ പുള്ളിപ്പുലി സാധാരണ ഒരു പുള്ളിപ്പുലിയല്ല. തികഞ്ഞ തന്ത്രശാലിയും സൂക്ഷ്മശാലിയുമായ ഒരു നരഭോജി തന്നെയാണ്. 2-3 ദിവസമായിട്ടും നരഭോജിയുടെ യാതൊരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് ലഖ്പത് സിംഗും റാവത്തും സംഘവും അവിടുന്ന് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. അതൊരു പിൻവാങ്ങലായിരുന്നില്ല. പുലിയുടെ യാതൊരു വിവരവും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശത്തൊന്നും പുലിയുടെ പുതുതായി വീണ കാലടയാളങ്ങളോ അല്ലെങ്കിൽ അതിനെ കണ്ടുവന്ന വാർത്തയോ ഒന്നും കിട്ടാത്തതിനെ തുടർന്ന് ഒരു ഈ ഗ്രാമത്തിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും പോയി കാണുമെന്ന് ലഖ്പത് സിംഗും റാവത്തും സംഘവും നിഗമനത്തിലെത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അവിടെ നിന്നും മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചതും.
പുലിയുടെ ഏതെങ്കിലും ഒരു പുതിയ വാർത്ത ലഭിക്കുമ്പോൾ മടങ്ങിയെത്താമെന്ന തീരുമാനത്തിലാണ് അവർ അവിടെ നിന്ന് മടങ്ങിയത്. ലഖ്പത് സിംഗ് റാവത്ത് ആ ഗ്രാമത്തിൽ നിന്നും പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാത്രിയിൽ മഞ്ഞ കുടലിൽ കറുത്ത പുള്ളികളുള്ള ആ രാക്ഷസ മൃഗം ഗ്രാമത്തിലേക്കെത്തി. രാത്രിയുടെ നിശബ്ദതയിൽ ഗ്രാമത്തിലെ വിജനമായ വീഥികളിലൂടെ അവൻ അലഞ്ഞു നടന്നു. അങ്ങനെ വഴിയിൽ ആരെയും കാണാത്തതിനെ തുടർന്നും അവൻ്റെ വിശപ്പ് കാരണവുമായിരിക്കാം ഗ്രാമത്തിലെ ഒരു കുടിലിന് മുന്നിൽ കെട്ടിയിട്ടിരുന്ന കാളകളിൽ ഒന്നിനെ അത് ആക്രമിച്ച് കൊലപ്പെടുത്തിയതും അതിനെ വലിച്ചിഴച്ചുകൊണ്ട് അടുത്തുള്ള വനത്തിലേക്ക് കൊണ്ടുപോകുക കൂടി ചെയ്തു. പിറ്റേ ദിവസം ലഖ്പത് സിംഗ് റാവത്തിനെ ഈ വിവരം അറിയിച്ചു. ഈ വാർത്ത കേട്ട അദ്ദേഹം ഇതൊരവസരമായി കണ്ടു. അദ്ദേഹത്തിനും ഇതാ നരഭോജി തന്നെയാണോ എന്ന് സംശയമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവനെ പിടിക്കുവാൻ പറ്റിയ ഒരവസരം വീണ് കിട്ടിയിരിക്കുന്നുവെന്ന് റാവത്ത് പറയുകയും തൻ്റെ സംഘത്തെ കൂട്ടിക്കൊണ്ട് ഉടനടി തന്നെ ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു പോകുകയും ചെയ്തു. അധികം വൈകാതെ ലഖ്പത് സിംഗ് റാവത്തും സംഘവും ആ ഗ്രാമത്തിലെത്തിച്ചേർന്നു. സംഭവം നടന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. കാളയുടെ ഉടമയോട് ലഖ്പത് സിംഗ് റാവത്ത് സംസാരിക്കുകയും എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. രാത്രിയിൽ നല്ല ശബ്ദമുണ്ടായിരുന്നുവെന്നും പേടി കാരണം അവരാരും പുറത്തിറങ്ങിയില്ല എന്നും ലഖ്പത് സിംഗ് റാവത്തിനോട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ റാവത്ത് അവിടെ കണ്ട അടയാളങ്ങളും രക്തപ്പാടുകളും പിൻപറ്റിക്കൊണ്ട് പുലി വലിച്ചഴിച്ചു കൊണ്ടുപോയ ആ കാളയുടെ പിന്നാലെ റാവത്ത് അതിനെ കൊണ്ടുപോയ സ്ഥലത്തേക്ക് പോയി. അതെത്തിച്ചേർന്നത് ഗ്രാമത്തിൻ്റെ അതിർത്തിയിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് വനമാണ്. വനത്തിലൂടെ കുറച്ചു ദൂരം കൂടി മുന്നിലേക്ക് നടന്നപ്പോൾ തന്നെ റാവത്തിന് ആ കാളയുടെ ശരീരം കാണുവാൻ സാധിച്ചു. കാൽ ഭാഗം മാത്രം ആഹരിച്ച രീതിയിലായിരുന്നു ആ കാളയുടെ മൃതദേഹം അവിടെ കിടന്നിരുന്നത്. റാവത്ത് ചുറ്റുപാടും നോക്കി. പുലിയുടെ യാതൊരു അടയാളങ്ങളോ ഒന്നും അദ്ദേഹത്തിന് അതിനു ചുറ്റും കാണാൻ കഴിഞ്ഞില്ല. റാവത്ത് തിരികെ ഗ്രാമത്തിലേക്ക് വരികയും തൻ്റെ സംഘങ്ങളോടും ഗ്രാമത്തിലെ ആളുകളോടും ആ കാളയെ കണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവരുമായി വീണ്ടും ആ സ്ഥലത്തേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ഒരു മച്ചാൻ കെട്ടാൻ അവിടുത്തെ ആളുകളോട് ആവശ്യപ്പെട്ടു. റാവത്തിൻ്റെ ആവശ്യപ്രകാരം റാവത്തിൻ്റെ സംഘത്തിലുണ്ടായിരുന്നവരും കുറച്ച് ഗ്രാമീണരും ചേർന്ന് വനത്തിൽ നിന്നും കുറച്ച് തടികളും മറ്റും ശേഖരിച്ചു കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ നല്ല പൊക്കത്തിൽ തന്നെ ഒരു മച്ചാൻ തയ്യാറാക്കി കൊടുത്തു. റാവത്തിന് രാത്രിയിൽ കാവലിരിക്കുവാനും അതിനെ നിരീക്ഷിക്കുവാനും വേണ്ടിയായിരുന്നു ആ മച്ചാൽ അവിടെ നിർമ്മിച്ചത്. നേരം ഇരുട്ടി തുടങ്ങിയതിന് മുന്നേ തന്നെ റാവത്ത് ആ മച്ചാൻ്റെ സമീപത്തേക്ക് എത്തുകയും മച്ചാനിലേക്ക് കയറുകയും ചെയ്തു. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും ഗ്രാമത്തിലെ ആളുകളെയും തിരികെ ഗ്രാമത്തിലേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം ആ പുള്ളിപ്പുലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു റാവത്ത്. സമയം പതിയെ മുന്നിലേക്ക് നീങ്ങി. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിച്ചു. പക്ഷികളും മൃഗങ്ങളും അവയുടെ കൂട് തേടിയുള്ള പാച്ചിലാണ്. അവയുടെ ശബ്ദവും മറ്റും കേൾക്കാൻ കഴിഞ്ഞു. കുറച്ച് സമയം കൂടി പതിയെ മുന്നിലേക്ക് പോയപ്പോൾ വനം പതിയെ നിശബ്ദമാകുവാൻ തുടങ്ങി. അപ്പോഴേക്കും ഇരുട്ട് വനത്തെയും ഗ്രാമത്തെയും മൂടിക്കഴിഞ്ഞിരുന്നു. ഇപ്പം റാവത്തിന് അനുഭവിക്കുവാൻ കഴിയുന്നത് വനത്തിൻ്റെ തികഞ്ഞ നിശബ്ദതയും അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദവുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്നും എവിടെ നിന്നോ ഒരു കേഴമാൻ്റെ അലാറം വിളികൾ അദ്ദേഹത്തിൻ്റെ കാതിലേക്കെത്തി. ഏതോ മാംസഭോജിയായ മൃഗം തൻ്റെ ഇര തേടി പുറത്തിറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണത്. ഒരുപക്ഷെ അദ്ദേഹം തേടുന്ന ആ പുള്ളിപ്പുലി തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും സൂചന ലഭിച്ചുകൊണ്ടായിരിക്കാം ആ കേഴമാൻ അലാറം വിളികൾ മുഴക്കിയത്. റാവത്തിരിക്കുന്ന മച്ചാന് തൊട്ടു മുന്നിലായി താഴെ കുറച്ചു ഭാഗം ആഹരിച്ച ആ കാളയുടെ ശരീരം കിടക്കുന്നുണ്ട്. അത് കൃത്യമായി റാവത്തിനെ കാണാനും സാധിക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റുപാടും അദ്ദേഹം തൻ്റെ കണ്ണുകൾ കൊണ്ട് അതിനുവേണ്ടി തിരച്ചിൽ നടത്തി. എന്നാൽ യാതൊന്നും റാവത്തിൻ്റെ കണ്ണിൽപ്പെട്ടില്ല. സമയം വീണ്ടും മുന്നിലേക്ക് പോയി. അദ്ദേഹം തൻ്റെ കാതും കണ്ണുകളും കൂർപ്പിച്ചു, ചുറ്റുപാടും നിരീക്ഷിച്ചു. അങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കുന്ന സമയത്താണ് ചുള്ളിക്കമ്പുകളും ഇലകളും ഞെരിഞ്ഞമരുന്ന ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതുകളിലേക്ക് വന്നു പതിച്ചത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. വ്യക്തമായി തന്നെ അദ്ദേഹം ആ പുള്ളിപ്പുലിയെ കണ്ടു. കാളയെ ലക്ഷ്യമിട്ടുകൊണ്ട് അതിന് തൊട്ടു മുന്നിലൂടെ ആ പുള്ളിപ്പുലി നടന്നു വരികയാണ്. ലഖ്പത് സിംഗ് റാവത്ത് തൻ്റെ റൈഫിൽ അതിന് നേരെ ചൂണ്ടി. എന്നാൽ കാഞ്ചി വലിച്ചില്ല. ആ പുള്ളിപ്പുലി കുറച്ചുകൂടി അടുത്തു വരുന്നതിന് വേണ്ടി അദ്ദേഹം കാത്തുനിന്നു. അടുത്തു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഞ്ചിയിൽ വിരലമർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം തേടി വന്ന പുള്ളിപ്പുലി ഇതായിരുന്നില്ല. ആ സ്ത്രീയെ കൊന്ന സ്ഥലത്ത് വെച്ച് കണ്ട കാലടയാളങ്ങൾ വെച്ച് 8-9 വയസ്സ് പ്രായമുള്ള ഒരു ആൺപുള്ളിപ്പുലി ആയിരുന്നു നരഭോജി. എന്നാൽ ഇവിടെ കണ്ട ഈ പുള്ളിപ്പുലിക്ക് അത്രയും പ്രായമില്ല.
അതുമാത്രമല്ല, ഇതൊരു പെൺ പുള്ളിപ്പുലിയാണ്. അതുകൊണ്ട് തന്നെ റാവത്തിന് കാഞ്ചിയിൽ മേൽ വിരൽ വെച്ച് അമർത്തുവാൻ തോന്നിയില്ല. കാരണം അദ്ദേഹം കൊല്ലുവാൻ വന്ന പുള്ളിപ്പുലി ഇതായിരുന്നില്ലല്ലോ. ഇതൊരു കന്നുകാലി പിടിയനായ പുള്ളിപ്പുലിയാണ്. താൻ ഉദ്ദേശിക്കുന്ന നരഭോജി ഇതല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ നൊന്തു. അദ്ദേഹം തികഞ്ഞ നിരാശയിലായി. പിന്നെ കുറച്ച് സമയം പോലും ആ മച്ചാനിരിക്കുവാൻ ലഖ്പത് സിംഗ് റാവത്ത് തയ്യാറായില്ല. അദ്ദേഹം പതിയെ മച്ചാനിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയും ഗ്രാമത്തിലേക്ക് പോകുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അടുത്തതായി ഉദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും: അങ്ങനെയാണെങ്കിൽ ഗ്രാമത്തിൽ വെച്ച് തന്നെ ആ ട്രാക്ക് പിന്തുടർന്നപ്പോൾ ആ പുള്ളിപ്പുലിയുടെ കാലടയാളങ്ങൾ കണ്ടതല്ലേ എന്ന്, അല്ലേ? എന്നാൽ ആ പുള്ളിപ്പുലിയുടെ കാലടയാളങ്ങൾ ആ വലിച്ചിടിച്ചു കൊണ്ടുപോയ കാളയുടെ ആ പാടിൽ മറഞ്ഞു പോയിരുന്നു. ഗ്രാമത്തിലെ ആളുകൾ അവിടെ കൂട്ടം കൂടി അവിടേക്ക് വന്നതുകൊണ്ട് തന്നെ അവിടെ അവശേഷിച്ച പാടുകളും ആളുകളുടെ കാൽപ്പാടുകളുള്ളിൽ അമർന്നു പോയിരുന്നു. അതുകൊണ്ട് കാൽപ്പാടുകളൊന്നും നിരീക്ഷിക്കുവാനുള്ള സമയവും സന്ദർഭവും ഒന്നും ലഖ്പത് സിംഗ് റാവത്തിന് കിട്ടിയില്ല. കാളയെ വലിച്ചിടിച്ച പാടും രക്തത്തുള്ളികളും പിൻപറ്റിയാണ് അദ്ദേഹം ഇവിടം വരെ എത്തിയത്. ഇതിനു മുന്നേയുള്ള നമ്മുടെ വേട്ടക്കഥകൾ കേട്ടവർക്ക് പലർക്കും ഇത് മനസ്സിലാകും. ലഖ്പത് സിംഗ് റാവത്ത് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളത്. പല വേട്ടക്കാരും ഇങ്ങനെയുള്ള അവസ്ഥകൾ അനുഭവിച്ചിട്ടുണ്ട്. കെന്നറ്റ് ആൻഡേഴ്സണും ജിം കോർബറ്റും എല്ലാം ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയവരാണ്. അവർക്കും ഇതുപോലെ തെറ്റായ ഒരു മൃഗത്തെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം മച്ചാനിൽ കാത്തിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതിനെ കാണുമ്പോൾ അവരുദ്ദേശിച്ച മൃഗമല്ല എന്നറിയുമ്പോൾ ഇതുപോലെയുള്ള നിരാശ അവർക്കും ഉണ്ടായിട്ടുണ്ട്. ചോക്കർ കടുവയുടെ വേട്ടക്കഥ ചെയ്ത സമയത്തും നമ്മൾ ഇങ്ങനെയുള്ള ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? വേട്ടക്കാരൻ തൻ്റെ വേട്ടമൃഗത്തെ കാത്തിരിക്കുന്ന സമയത്ത് അവിടേക്ക് കടന്നു വന്നത് ഒരു പുള്ളിപ്പുലിയായിരുന്നു. അതായത് കന്നുകാലി പിടിയനായ ഒരു പുള്ളിപ്പുലിയായിരുന്നു. എന്നാൽ വേട്ടക്കാരൻ എന്തിനെയാണ് അവർ പ്രതീക്ഷിച്ചത്? നരഭോജിയായ ഒരു കടുവയെ. അത് ജിം കോർബറ്റിൻ്റെ ഒരു കഥയാണ്. നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ അതുകൂടി ഒന്ന് കേൾക്കുക. അത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പുലിയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായത് 2006 ഒരു ദീപാവലി ദിവസമായിരുന്നു. ദേവൽകോട്ട് ഗ്രാമത്തിലായിരുന്നു ഇതും അരങ്ങേറിയത്. ഭയം ആ സമയത്ത് ഉച്ചസ്ഥായിയിൽ നിൽക്കുകയായിരുന്നു. ആ പുലിയുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ആളുകൾ പുറത്തിറങ്ങുവാൻ പോലും ഭയക്കുന്ന കാലം. ഈ സമയത്താണ് ദേവൽകോട്ടിലെ ഒരു കടയുടമയെ ആ നരഭോജിയായ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സമയം ഏറെ വൈകിയാണ് അയാൾ കടയടച്ചത്. എല്ലാ നാട്ടിൻപുറത്തെ ആളുകളെ പോലെ തന്നെയും അയാളും അല്പം മദ്യപിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ പുറത്തിറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരമായപ്പോഴേക്കും അയാളുടെ കടകളിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി കുറയുകയും പിന്നെ ആരെയും അങ്ങോട്ട് കാണാതെയുമായി. നേരം അപ്പോഴേക്കും ഇരുട്ടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനി ആരും സാധനങ്ങളും മറ്റും വാങ്ങുവാൻ തൻ്റെ കടയിലേക്ക് വരില്ല എന്ന് ഉറപ്പ് വന്ന ആ കടയുടമ തൻ്റെ കടയിൽ ഇരുന്നു കൊണ്ട് തന്നെ മദ്യം കുടിക്കുവാൻ തുടങ്ങി. അങ്ങനെ സമയം മുന്നിലേക്ക് പോകുന്നത് ആ പാവം അറിഞ്ഞു കാണില്ല. അങ്ങനെ ഏറെ വൈകിയാണ് അന്നത്തെ ദിവസം, ആ ദീപാവലി ദിവസം, അയാൾ ആ കട അടച്ചത്. കട അടച്ച ശേഷം അങ്ങാടിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ പതിയെ തൻ്റെ വീട്ടിലേക്ക് നടപ്പ് തുടങ്ങി. കടയിൽ നിന്നും സാമാന്യ ദൂരത്തായിരുന്നു അയാളുടെ വീടുണ്ടായിരുന്നത്. വനത്തിൻ്റെ അതിലൂടെ കടന്നു പോകുന്ന വനപാതയിലൂടെ അയാൾ തൻ്റെ വീട് ലക്ഷ്യമാക്കി അങ്ങനെ ആ ഇരുട്ടിൽ നടന്നു. അയാളുടെ കൈവശം അപ്പോൾ ഉണ്ടായിരുന്നത് ഒരു ടോർച്ച് മാത്രമായിരുന്നു. ആ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അയാൾ മുന്നിലേക്ക് ആടി ഉലഞ്ഞ് നടക്കുവാൻ തുടങ്ങി. അങ്ങനെ വിജനമായി കിടക്കുന്ന പാതയിലൂടെ നടന്നു പോയപ്പോഴായിരിക്കണം ആ പുലിയുടെ ദൃഷ്ടിയിൽ അദ്ദേഹം പെട്ടത്. പിന്നെ ആ നരഭോജി ഒന്നും ചിന്തിച്ച് കാണില്ല. അദ്ദേഹത്തെ നിരീക്ഷിച്ച് ഒറ്റയ്ക്കാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് വനപാതയിൽ നിന്നും മാറി പുല്ലുകൾക്കിടയിലൂടെയും കുറ്റിക്കാടിൻ്റെ ഇടയിലൂടെയും അദ്ദേഹത്തെ സസൂക്ഷ്മം നോക്കിക്കൊണ്ട് അതും ചേസ് ചെയ്ത് കാണണം. പറ്റിയൊരു അവസരത്തിന് വേണ്ടി ആയിരിക്കാം ആ നരഭോജി കാത്തിരുന്നത്. അങ്ങനെ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞപ്പോഴായിരിക്കാം ആ നരഭോജിക്ക് പറ്റിയൊരവസരം വീണ് കിട്ടിയത്. നിശബ്ദനായി അത് പിന്നിലൂടെ കുതിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്കും അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്കും ആഴത്തിൽ കടിച്ചിരിക്കാം. ഉച്ചത്തിലൊന്ന് ശബ്ദം പോലും ഉണ്ടാക്കാൻ കഴിയാതെ ആ ഗ്രാമീണൻ ആ നരഭോജിക്ക് ഇരയായിത്തീർന്നു. മദ്യലഹരിയിലായിരുന്നു. നല്ലപോലെ ഒന്ന് എതിർത്ത് നിൽക്കുവാൻ പോലും ആ പാപത്തിന് കഴിഞ്ഞു കാണില്ല. അദ്ദേഹത്തിൻ്റെ ജീവൻ പൂർണ്ണമായി പോയി എന്ന് മനസ്സിലാക്കിയ ശേഷമായിരിക്കാം ആ നരഭോജി അയാളുടെ ശരീരം കടിച്ചു വലിച്ചിടിച്ചുകൊണ്ട് അടുത്തുള്ള കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയത്. ആ വനപാതയിൽ നിന്നും കുറച്ചു ദൂരം മാറി ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ താഴെ വെച്ച് അയാളുടെ ശരീരം ആ പുലി ആഹരിച്ചു. അയാളുടെ ശരീരത്തിൻ്റെ പാതി ഭാഗവും ആ പുലി ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ഈ പുലിയുടെ ആക്രമണവും
കടുവയുടെ ആക്രമണവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പിടിച്ചുകൊണ്ടു പോകുന്ന ഇരയെ കണ്ടുകൊണ്ട് അത് പുലിയാണോ ആക്രമിച്ചത് അല്ലെങ്കിൽ കടുവയാണോ ആക്രമിച്ച് കൊന്നതെന്ന് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. പുലിയുടെ പല്ലുകൾ തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും, എന്നാൽ കടുവകളുടേത് അടുത്തടുത്തായിരിക്കും. അതിനു പുറമെ പുലികൾ ഒരു ഇരയെ ഭക്ഷിച്ചു തുടങ്ങുന്നത് വയറുഭാഗം തൊട്ടായിരിക്കും, എന്നാൽ കടുവ പിന്നിലൂടെയായിരിക്കും. അതിനു പുറമെ മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. ഈ പുലികൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, അതായത് ഒരു ഇരയെ ഭക്ഷിക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ വയറ് കീറി അതിൻ്റെ കുടലും പണ്ടവുമെല്ലാം മാറ്റിയ ശേഷമാണ് ഭക്ഷിക്കാൻ തുടങ്ങുന്നത്. ആ ഒരവസ്ഥയിൽ തന്നെയായിരുന്നു അയാളുടെ ശരീരവും അവിടെ കിടന്നിരുന്നത്. അയാൾക്ക് സംഭവിച്ച ഈ ആപത്തൊന്നും അറിയാതെ ആയിരിക്കാം അയാളുടെ വീട്ടുകാർ അയാളെ കാത്ത് വീട്ടിലിരുന്നത്. അയാൾ എന്നും വീട്ടിലേക്ക് വരുന്ന സമയവും കഴിഞ്ഞ് വീണ്ടും മണിക്കൂറുകൾ മുന്നിലേക്ക് പോയി. അയാളെ മാത്രം കണ്ടില്ല. പലപ്പോഴും അയാളുടെ ഭാര്യയും മക്കളുമെല്ലാം അയാളെ വഴക്കു പറഞ്ഞിരുന്നു. നരഭോജിയെ പറ്റിയുള്ള വാർത്തകൾ അപ്പോഴേക്കും ഈ ഗ്രാമങ്ങളിലെല്ലാം അലയടിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാവരുടെയും ഉള്ളിലും കാണില്ലേ ഭയം. അതുകൊണ്ട് തന്നെ അയാളുടെ വീട്ടുകാരും എല്ലാം അയാളെ എതിർത്തിരുന്നു. കാരണം എന്നും ഇങ്ങനെ വൈകി വരുന്നത് കൊണ്ട്. കാരണം വനപാതയിലൂടെയാണ് അയാൾ തൻ്റെ വീട്ടിലേക്ക് നടന്നു വരുന്നത്. ഏത് സമയവും ആ പുലി ഇവിടേക്കും വരാമെന്നും അയാളെ ആക്രമിക്കാമെന്നും അവർക്കെല്ലാം അറിയാമായിരുന്നു. ഒരുപാട് സമയം കാത്തിരുന്നിട്ടും അയാൾ വരാത്തപ്പോൾ തന്നെ അവരുടെ വീട്ടുകാർക്ക് എന്തോ പന്തികേട് തോന്നി. അടുത്തുള്ള അയൽക്കാരോടെല്ലാം അവർ ഈ വിവരം പറയുകയും ചെയ്തു. എന്തെങ്കിലും ആവശ്യം കാണും, അയാളെങ്കിലും വരും എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആളുകൾ ആശ്വസിപ്പിച്ചു. നേരം പുലർന്നിട്ടും കാണാത്തതിനെ തുടർന്ന് ഗ്രാമത്തിലെ ആളുകളും അയൽവാസികളും കുറച്ച് ബന്ധുക്കളും കൂടി ചേർന്ന് ആ കടക്കാരനെ അന്വേഷിച്ച് അയാൾ എന്നും കടയടച്ച് നടന്നു വരാറുള്ള വഴികളിലൂടെ അയാളെ തിരക്കി ഉച്ചത്തിൽ അയാളുടെ പേര് വിളിച്ചുകൊണ്ട് അവർ നടന്നു. കുറച്ചു ദൂരം ഗ്രാമത്തിൽ നിന്നും മുന്നിലേക്ക് പോയപ്പോൾ തന്നെ ആ കാഴ്ച വളരെ വ്യക്തമായി തന്നെ ആ വനപാതയിൽ തന്നെ കാണാമായിരുന്നു. ഒരു മൃഗം ഒരു ഇരയെ കടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടായിരുന്നു. രക്തപ്പാടുകളും കാലടയാളവും കൃത്യമായി ആ വനപാതയുടെ ആ ഓരത്ത് പതിഞ്ഞിരുന്നു. അത് വലിച്ചിഴച്ചു കൊണ്ടുപോയ പാത രക്തത്തുള്ളികൾ കൊണ്ടും നനഞ്ഞിരുന്നു. ഇലകളിലും മറ്റും രക്തം നല്ല രീതിയിൽ തന്നെ കാണാമായിരുന്നു. അവിടെ പ്രകടമായ ആ പാട് കണ്ടപ്പോൾ തന്നെ അവനെ എന്താണ് സംഭവിച്ചതെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. കാരണം ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന ടോർച്ചും അതിൻ്റെ അരികിൽ കിടക്കുന്നുണ്ടായിരുന്നു. അതാ കടയുടമയുടെ ടോർച്ച് തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നെ കൂടുതൽ കാര്യം ചിന്തിക്കേണ്ടതില്ല. അവനെ പുലി പിടിച്ചു എന്ന് തന്നെ അവിടേക്ക് വന്ന ആളുകൾക്കും മനസ്സിലായി. ഇനിയും ആ ശരീരം കണ്ടെത്തേണ്ട കാര്യം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കണ്ട ആ പാത പിന്തുടർന്ന് വടികളും വാക്കത്തുകളുമായി ഒരു വലിയ സംഘം തന്നെ തിരഞ്ഞുകൊണ്ട് വനത്തിനുള്ളിലേക്ക് നടന്നു. വനപാതയിൽ നിന്നും കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോൾ തന്നെ ഒരു വലിയ മരത്തിൻ്റെ അരികിലുണ്ടായിരുന്ന കുറ്റിക്കാടിനുള്ളിൽ മറച്ചു വെച്ച രീതിയിൽ ആ ശരീരം അവർ കണ്ടെത്തി. നരഭോജി പാതി ആഹരിച്ച രീതിയിൽ തന്നെ ആയിരുന്നു ആ ശരീരം അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ആ ശരീരം വീണ്ടെടുത്തുകൊണ്ട് ആളുകൾ ഗ്രാമത്തിലേക്ക് പോയി. പിന്നെ ചടങ്ങുകളെല്ലാം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവും നടത്തി. ഈ വാർത്ത കൂടി പുറത്തു വന്നതോടെ വലിയ ഭയം തന്നെയായിരുന്നു ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും ആ ഗ്രാമത്തും അലയടിച്ചത്. വീണ്ടും അവിടുത്തെ ആളുകൾ ഭയത്തിൻ്റെ പിടിയിലായി. ഈ സംഭവത്തിൻ്റെ വാർത്തയും ലഖ്പത് സിംഗ് റാവത്തിൻ്റെ ചെവികളിൽ എത്തിയിരുന്നു. ഇത് നടക്കുമ്പോൾ അദ്ദേഹം കാളിമാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭാഗത്തായിരുന്നു നേരത്തെ ആ പുലിയുടെ ശല്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ദേവൽകോട്ടിലേക്കും മാറി. വാർത്തയറിഞ്ഞ് സംഭവം നടന്ന സ്ഥലത്ത് സന്ദർശിക്കുവാൻ വേണ്ടി ലഖ്പത് സിംഗും റാവത്തും സംഘവും എത്തിയിരുന്നു. ഗ്രാമത്തിലെ ആളുകളോടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും വളരെ വിശദമായി തന്നെ ലഖ്പത് സിംഗ് റാവത്ത് സംസാരിച്ചു. അതുപോലെ തന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ ആരും ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്നും അയാൾ പറഞ്ഞു. പുലി തൻ്റെ താവളങ്ങൾ ഓരോ സമയവും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കാളിമാട്ടിൽ, പിന്നെ ദേവൽകോട്ടിൽ, പിന്നീട് മറ്റ് ഗ്രാമങ്ങളിലേക്കും നരഭോജി തൻ്റെ ആക്രമണങ്ങൾ തുടർന്നു. ഓരോ പ്രദേശത്തു നിന്നും തുടർച്ചയായി അവൻ്റെ ആക്രമണത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലഖ്പത് സിംഗ് റാവത്തിനും അതുപോലെ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ഇനിയും അവനെ കൊന്നട്ടെ പിന്നോട്ടുള്ളൂ എന്ന വാശിയിലായി അദ്ദേഹം. 2-3 മാസങ്ങളാണ് ലഖ്പത് സിംഗ് റാവത്ത് ആ പുലിയുടെ പിന്നാലെ നടന്നത്. അവനെ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി, അവനെ കണ്ടെത്താൻ വേണ്ടി. നരഭോജിയെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ കിട്ടുന്ന പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ലഖ്പത് സിംഗും റാവത്തും സംഘവും പോകുകയും ആ നരഭോജിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു.
അങ്ങനെ അതിനെ പിടിക്കാനുള്ള പല പദ്ധതികളും അവർ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. ലഖ്പത് സിംഗ് റാവത്ത് ആ പുലിയുടെ പിന്നാലെ തന്നെയായിരുന്നു. ആ നരഭോജിയെപ്പറ്റി കിട്ടുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ച് കൃത്യമായി അനലൈസ് ചെയ്ത് അവൻ്റെ പിന്നാലെ ട്രാക്ക് ചെയ്ത് പോകുക മാത്രമായിരുന്നു അദ്ദേഹത്തിന് ചെയ്യുവാനുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ആ പുലിയെ അതുവരെയും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു വാർത്ത അദ്ദേഹത്തെ തേടിയെത്തിയത്. ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയായി കാണും. ലഖ്പത് സിംഗ് റാവത്തും സംഘവും അവിടെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വയർലെസ്സിലൂടെ ഒരു സന്ദേശം ലഭിച്ചു. ആ സന്ദേശം ഇതായിരുന്നു: ഇപ്പോൾ ലഖ്പത് സിംഗും റാവത്തും സംഘവും നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കൃത്യമായി പറഞ്ഞാൽ 10 കിലോമീറ്റർ അകലെ മലയുടെ മറുവശത്തുള്ള ഗർഹി എന്ന ഗ്രാമത്തിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ആ നരഭോജി കൊണ്ടുപോയി എന്ന വാർത്തയായിരുന്നു അത്. ആ വാർത്ത കേട്ടതും ശരിക്കും ലഖ്പത് സിംഗ് റാവത്ത് തരിച്ച് നിന്നുപോയി. പിന്നെ ഒട്ടും വൈകാതെ തന്നെ ലഖ്പത് സിംഗും റാവത്തും സംഘവും തൻ്റെ റൈഫിൽ എടുത്തുകൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക്, ഗർഹി എന്ന ഗ്രാമത്തിലേക്ക് അവർ പോയി. 10 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് അവർ ആ ഗ്രാമത്തിലെത്തി. അപ്പോഴേക്കും സമയം വൈകിയിരുന്നു. ഗ്രാമത്തിൻ്റെ സമീപത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പുലി ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയത്. അവരുടെ ഒച്ച കേട്ടാണ് ആളുകൾ അവിടേക്ക് എത്തിയത്. ഗ്രാമത്തിലെ ആളുകൾ അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആ 13 വയസ്സുകാരിയെ പിടിച്ചെടുത്തുകൊണ്ട് ആ പുലി എങ്ങോട്ടോ പോയിരുന്നു. പിന്നെ കുറേ സമയം തപ്പി അലഞ്ഞു നടന്നതിന് ശേഷമാണ് ആ പുലി ആ പെൺകുട്ടിയെ കൊണ്ടുപോയ സ്ഥലം അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവിടേക്ക് ആളുകൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ആ പുലി ആ പെൺകുട്ടിയുടെ ശരീരം ഭക്ഷിക്കുന്നതായിരുന്നു. ആർക്കും ആ പുലിയെ അവിടെ നിന്നും ഓടിക്കുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ശ്രമം അവൻ അവിടെ ഉപേക്ഷിച്ച് തിരികെ ഗ്രാമത്തിലേക്ക് വന്നു. ഉടനെ തന്നെ ഈ വിവരം ലഖ്പത് സിംഗ് റാവത്തിനെ അറിയിക്കുകയും ചെയ്തു. റാവത്തും സംഘവും സംഭവം നടന്ന സ്ഥലത്തെത്തിയപ്പോൾ പെൺകുട്ടിയുടെ ശരീരം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സമയം സന്ധ്യയാകാൻ തുടങ്ങിയിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും സംഘത്തിനും അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിലോ മറ്റും മച്ചാൻ കെട്ടാനുള്ള സമയം കിട്ടിയില്ല. കാരണം ഇനിയും ഏത് നിമിഷവും ആ നരഭോജി ഇവിടേക്ക് മടങ്ങിയെത്തും, തൻ്റെ ഇരയുടെ അരികിലേക്ക് ബാക്കി മാംസം ഭക്ഷിക്കുവാൻ. അങ്ങനെ തൻ്റെ സംഘങ്ങളോടും അവിടെ ഉണ്ടായിരുന്ന ആളുകളോടും ലഖ്പത് സിംഗ് റാവത്ത് സംസാരിച്ചു. ഇനിയും ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല, ഇത് പ്രയോജനപ്പെടുത്തണം. മച്ചാൻ കെട്ടി സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അവനെ വേട്ടയാനുള്ള സമയം ഇനിയും നമുക്ക് മുന്നിലില്ല. നാളത്തേക്ക് എത്താമെന്ന് വെച്ചാൽ ഇനിയും ഈ പുലി ഇവിടേക്ക് വന്നില്ല എന്ന് വരും. ഇന്നുകൊണ്ട് തന്നെ അവൻ്റെ ശല്യം പൂർണ്ണമായും ഒഴിവാക്കണം, അവനെ യമലോകത്തേക്ക് അയക്കണം. ആ തീരുമാനത്തിൽ തന്നെയായിരുന്നു ലഖ്പത് സിംഗ് റാവത്ത്. അദ്ദേഹം ചുറ്റുപാടും നോക്കി, ഒരവസരത്തിന് വേണ്ടി തിരഞ്ഞു. അങ്ങനെ ആ ശരീരം കിടക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ചു മാറി ഒരു വലിയ പാറക്കല്ല് കിടക്കുന്നത് ലഖ്പത് സിംഗ് റാവത്ത് കണ്ടു. അദ്ദേഹം പതിയെ അതിൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. അതൊന്ന് പരിശോധിച്ചു. അതിൻ്റെ മറവിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ശരീരം കാണാൻ കഴിയുമോ എന്ന് അദ്ദേഹം പരിശോധിച്ചു. കൃത്യമായി തന്നെ ആ ശരീരം കാണാൻ സാധിക്കും. ലഖ്പത് സിംഗ് റാവത്തിന് സമാധാനമായി. അവിടേക്ക് വന്ന തൻ്റെ സംഘങ്ങളെയും ഗ്രാമത്തിലെ ആളുകളോടും തിരികെ മടങ്ങിപ്പൊക്കോളുവാൻ പറഞ്ഞു. താൻ ഈ കല്ലിൻ്റെ പുറകിൽ പതുങ്ങിയിരിക്കാമെന്നും പുലി ഇവിടേക്ക് വരുമ്പോൾ അതിനെ കൊല്ലാമെന്നും ലഖ്പത് സിംഗ് റാവത്ത് പറഞ്ഞു. തൻ്റെ ഒരു സഹായം കൂടി ലഖ്പത് സിംഗ് റാവത്ത് അവിടെ നിർത്തി. സർച്ച് ടോർച്ച് പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തെ അവിടെ നിർത്തിയത്. ബാക്കിയുള്ളവരോട് തിരികെ ഗ്രാമത്തിലേക്ക് പൊക്കിക്കൊള്ളുവാൻ പറഞ്ഞു. ഇന്നുകൊണ്ട് ഈ നരഭോജിയായ ഈ പുലിയുടെ ജീവൻ എടുക്കണം, ഇവനെ യമപുരിക്ക് പറഞ്ഞയക്കണം. ഈ 13 വയസ്സുള്ള പെൺകുട്ടിയായിരിക്കണം അവൻ്റെ അവസാനത്തെ ഇര. റാവത്തും തൻ്റെ കൂട്ടാളിയും അവിടെ ഉണ്ടായിരുന്ന ആ വലിയ പാറക്കല്ലിൻ്റെ മറവിലേക്ക് പോയിരുന്നു. റാവത്ത് രണ്ടും കൽപ്പിച്ചായിരുന്നു. തൻ്റെ റൈഫിലിൻ്റെ സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്ത് ഒരു അറ്റാക്കിന് തയ്യാറെടുത്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമല്ലോ. ഇനിയും ഇപ്രാവശ്യവും ആ നരഭോജിയായ പുലി തങ്ങളെ കബളിപ്പിക്കുമോ എന്ന ചിന്ത ലഖ്പത് സിംഗ് റാവത്തിന് നല്ല പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ സമയം മുന്നിലേക്ക് പോയി. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ച ശേഷം ഇരുട്ടിൻ്റെ കറുത്ത കമ്പളം വന്ന് വനത്തെയും ഗ്രാമത്തെയും പൂർണ്ണമായും മൂടി. വനത്തിലേക്കുള്ള ജന്തുക്കളുടെയും പക്ഷികളുടെയും തൻ്റെ കൂട് തേടിയുള്ള അലച്ചിൽ അപ്പോഴേക്കും അവസാനിച്ചു. വനം പൂർണ്ണമായ ശാന്തതയിലേക്ക് മാറി. രാത്രികാലങ്ങളിലാണ് വനം ഉണരുന്നത്. മാംസഭോജികളായ ജന്തുക്കൾ
തങ്ങളുടെ ഇര പിടിക്കുവാൻ ഇറങ്ങുന്ന സമയം വനത്തിൻ്റെ ഉള്ളറകളിൽ നിന്നും എവിടെ നിന്നൊക്കെയോ ചെന്നായ്ക്കളുടെ ഊരിടുകൾ കൃത്യമായി തന്നെ ലെപ്പഡ് സിംഗ് റാവത്തിൻ്റെ ചെവികളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതെല്ലാം ഒഴിച്ചു നിർത്തിയാൽ പൂർണ്ണമായ നിശബ്ദതയിലായിരുന്നു ആ പ്രദേശമുണ്ടായിരുന്നത്. റാവത്തും തൻ്റെ കൂട്ടാളിയും അവിടെ ഇരിക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-3 മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്രാവശ്യവും ആ പുലി വരില്ലേ? അതോ അത് കബളിപ്പിക്കുമോ? അതോ നമ്മളെ എവിടെയെങ്കിലും ഇരുന്ന് അത് കണ്ടു കാണുമോ? അത് പോയി കാണുമോ എന്ന ചിന്തകളെല്ലാം റാവത്തിനെ വല്ലാതെ അലട്ടിയിരുന്നു. വീണ്ടും ഏകദേശം 4-5 മണിക്കൂറുകൾ കൂടി കടന്നുപോയി. വനത്തിൽ നിന്നും ആ പുലി വരുന്നതിൻ്റെ യാതൊരു സൂചനയും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അലാറം വിളികളൊന്നും തന്നെ അദ്ദേഹം കേട്ടില്ല. റാവത്ത് തൻ്റെ ചെവിയും കണ്ണുകളും കൂർപ്പിച്ച് ആ വനത്തിൻ്റെ ചുറ്റും നോക്കി. ഒരു ചെറിയ അനക്കം പോലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ കുറച്ച് സമയം കൂടി മുന്നിലേക്ക് പോയപ്പോൾ ആ നരഭോജി അവിടേക്ക് എത്തിയതിൻ്റെ ഒരു സൂചന അദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ ആ പുലി എതുവഴിയാണ് അവിടേക്ക് വന്നതെന്നും മാത്രം അദ്ദേഹത്തിന് അറിയില്ല. ആ പെൺകുട്ടിയുടെ ശരീരം കിടക്കുന്ന ഭാഗത്ത് ഇപ്പോൾ പുലിയുണ്ടെന്ന് മാത്രം റാവത്തിനറിയാം. വർഷങ്ങൾ നീണ്ടുനിന്ന അനുഭവ സമ്പത്തിൽ നിന്നും കരസ്ഥമാക്കിയ കാര്യങ്ങൾ മൂലമാണ് അദ്ദേഹത്തിന് ഇതെല്ലാം മനസ്സിലാക്കുവാൻ സാധിച്ചത്. വളരെ വേഗം തന്നെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളിയുടെ തട്ടി വിളിക്കുകയും ആ പെൺകുട്ടിയുടെ ശരീരം കടന്ന ഭാഗത്തേക്ക് തൻ്റെ സർച്ച് ടോർച്ച് തെളിയിക്കുവാനും ആവശ്യപ്പെട്ടു. പിന്നെ സമയം ഒട്ടും വൈകിയില്ല. കൂട്ടാളി തൻ്റെ കൈവശമുണ്ടായിരുന്ന സർച്ച് ടോർച്ച് അവിടേക്ക് പ്രകാശിപ്പിച്ചു. ഇരുട്ടാൽ മൂടപ്പെട്ട ആ പ്രദേശത്തേക്ക് വെളിച്ചം വന്നു പതിച്ചു. ലെപ്പഡ് സിംഗും റാവത്തും തൻ്റെ കൂട്ടാളിയും ആദ്യമായി ആ നരഭോജിയെ കണ്ട നാൾ. മഞ്ഞ ഉടലിൽ കറുത്ത പുള്ളികളുള്ള ആ നരരാക്ഷസൻ. പ്രകാശം അവിടേക്ക് വന്നു പതിച്ചപ്പോൾ ഇരുട്ട് എങ്ങുമില്ലാതെയായി. പ്രകാശം വന്ന ഭാഗത്തേക്ക് ആ പുലി തിരിഞ്ഞു നോക്കി. അത്രയും സമയം മാത്രം മതിയായിരുന്നു ലെപ്പഡ് സിംഗ് റാവത്തിന്. സെക്കൻഡുകൾ മാത്രമേ എടുത്തുള്ളൂ. ആ വലിയ പാറക്കല്ലിൻ്റെ പിന്നിൽ നിന്നും റാവത്ത് എഴുന്നേൽക്കുകയും തൻ്റെ റൈഫിലെടുത്ത് തോളിലേക്ക് വെക്കുകയും തൻ്റെ കുഴലിലൂടെ അതിൻ്റെ തലയിലേക്ക് തന്നെ കൃത്യമായി എയിം ചെയ്യുകയും ഒരു ഷോട്ട് എടുക്കുകയും ചെയ്തു. നിശബ്ദമായി കടന്നിരുന്ന ആ വനത്തെ ഒരു വലിയ ഗർജനം കൊണ്ട് വിളിച്ചുണർത്തുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തോക്കിൻകുടിയിൽ നിന്നും ആ തിര പാഞ്ഞത്. ഒരു മുടിനാരിൻ്റെ വ്യത്യാസം പോലും ഇല്ലാതെ അദ്ദേഹം ലക്ഷ്യം വെച്ച ഭാഗത്ത് തന്നെ ആ തിര കൃത്യമായി വന്നു പതിച്ചു. ആ പുലി ഇവിടേക്ക് നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ തലയിലേക്ക് തന്നെയാണ് ലെപ്പഡ് സിംഗ് റാവത്ത് തൻ്റെ തിര തുളച്ചു കയറ്റിയത്. ഉച്ചത്തിലൊന്ന് ഗർജിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് പുളയുവാനോ അല്ലെങ്കിൽ എതിരാളിക്ക് നേരെ ഒന്ന് കുതിക്കുവാനോ ഉള്ള സമയം പോലും റാവത്ത് നൽകിയില്ല. തിര വന്ന് തറച്ചു കയറിയതും അനക്കമറ്റ് ഒരു വശത്തേക്ക് അത് ചത്തു വീണു. ഒന്ന് പിടയുക പോലും ചെയ്യാതെ യമലോകത്തേക്ക് ആ പുലി യാത്രയായി. മാസങ്ങൾ നീണ്ടുനിന്ന ഒരു പുലിയുടെ നരനായാട്ട്. ദേവൽകോട്ടിനെ വിറപ്പിച്ച നരഭോജിയുടെ ജീവൻ അന്നത്തെ രാത്രിയിൽ പൊലിഞ്ഞുപോയി. അവിടുത്തെ ആളുകൾ ഭയത്തിൽ നിന്നും മോചിതരായിരിക്കുന്നു. നീണ്ട നാളുകൾക്ക് ശേഷം ബഹിരഹിതമായ ഒരു പ്രഭാതം പുലരുവാൻ പോകുകയാണ്. ഈ സംഭവത്തോടെ അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ലെപ്പഡ് സിംഗ് റാവത്ത് ഒരു ഇതിഹാസമായി മാറി. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.